ഈ മഖാമിൽ നടക്കുന്ന ഈ മഹത്തായ പരിപാടി ഇതേ തിരൂരിന്റെ വേറെ ഭാഗത്ത് സുബ്ഹാനല്ലാഹ് കുറെ പടക്കം പൊട്ടിച്ച് കതിന പൊട്ടിച്ച് ഉള്ള ആനയെ കൊണ്ടുവന്ന് ആൾക്കാരെയൊക്കെ ചവിട്ടിപ്പിച്ച് ചിലരെ കൊന്ന് അങ്ങനെയൊക്കെ ഉറൂസ് എന്നും പറഞ്ഞിട്ട് എന്തെല്ലാമോ തോന്നിവാസം നടക്കുന്ന സ്ഥലങ്ങൾ. അതിനു പകരം ഇൽമു പറയുന്ന സദസ്, ഭക്ഷണം കൊടുക്കുന്ന സൽക്കർമ്മം, യാസീനും ഫാത്തിഹയും ഒക്കെ ഓതുന്ന നല്ല സിയാറത്ത്, അങ്ങനെ നല്ലത് മാത്രം ചെയ്യുന്ന ഉറൂസുകൾ, നേർച്ചകൾ, അതിന് പ്രചോദനം നൽകണം. ഞാൻ നേരത്തെ പറഞ്ഞു, തെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് കടന്നു ചെല്ലൽ ഹറാമാണ്. അതുകൊണ്ട് തന്നെ മഖബറയിൽ വെച്ച് തോന്നിവാസം ചെയ്യുന്നവരുണ്ടെങ്കിൽ തോന്നിവാസം ചെയ്യുന്ന സമയത്ത് അവിടെ കടന്നു ചെല്ലൽ തന്നെ ഹറാമാണ്. അതുകൊണ്ട് പിന്നെ ആന ചവിട്ടി മരിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഹറാമ് ചെയ്യാൻ പോകേണ്ടതില്ല വണ്ടിന്. ഓ സഹോദരന്മാരെ, തെറ്റുകൾ നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലൽ ഹറാമാണ്. ഞാനത് നേരത്തെ തുഹ്ഫയിലുണ്ടെന്ന് പറഞ്ഞില്ലേ? ശാഫി മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബാണ് തുഹ്ഫ. ആണും പെണ്ണും ഇടകലർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുണ്ടോട്ടി നേർച്ചയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഊര കൊണ്ട് ആണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഊര കൊണ്ട് കുത്തലാണ് നേർച്ചയാക്കൽ എന്ന് ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെയുള്ള നേർച്ചകളിലൊന്നും പോകാൻ പാടില്ല. അതേ സമയത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമു പറയുകയും, ഞാൻ തുടക്കത്തിൽ ഹദീസ് പറഞ്ഞില്ലേ, അതേ ബാബു മൗഇദത്തിൽ മുഹദ്ദിസി ഇൻദൽ ഖബ്രി വഉദി അസ്ഹാബിഹി ഹൗലഹു ബുഖാരി, ഖബറിന്റെ സമീപത്ത് വെച്ച് വഅദ് പറയുന്നതിൽ പറയുന്ന അധ്യായം, അനുയായികൾ ഇരുന്ന് കേൾക്കുന്നതിൽ പറയുന്ന അധ്യായം. അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ മഖബറുകളുടെ സമീപത്ത് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്തത് ചെയ്യുന്നവരത് മാറ്റി അതിൽ നിന്ന് മാറി നിൽക്കണം.